ഏറ്റവും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ പോലും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്നു. അത് സ്വാഭാവികമായും BJPക്ക് അനുകൂലമായി ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം സാധ്യമാക്കിയിരിക്കുന്നു പറയുന്നു. നേരത്തെ കോർ അജണ്ടകൾ നടപ്പാക്കിയെന്ന് തന്നെ പറയുന്നു. ഈ CAA എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ BJP പറയുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ സംഘപരിവാറിന് പൊതുവെ താല്പര്യമുള്ള ആ ഒരു അനുകൂലമായ വിഷയമാണ്. പലതരത്തിൽ 2019 ഡിസംബർ 9 നടക്കുന്നത്. ആദ്യം ഇത് ലോക്സഭ പാസ്സാക്കുന്നത്, അതിനുശേഷം 11-ാം തീയതി രാജ്യസഭ പാസ്സാക്കുന്നു, 12-ാം തീയതി രാഷ്ട്രപതി ഒപ്പിടുന്നു. അതിനുശേഷം ജനുവരിയിൽ തന്നെ ഈ വിജ്ഞാപനം വരുമെന്നും അത് നടപ്പാകുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് രാജ്യവ്യാപകമായി നമുക്കറിയാം വലിയ പ്രക്ഷോഭങ്ങളൊക്കെ രാജ്യവ്യാപകമായി ഉയർന്നതാണ്. ഡൽഹിയിലടക്കം ഈ പ്രക്ഷോഭത്തിൽ 1080-ലധികം ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരണമടയുന്ന അവസ്ഥയുണ്ടായി. ഡൽഹിയിലും ബീഹാറിലും ഉത്തർപ്രദേശിലും കേരളത്തിലും അടക്കം വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. പിന്നീടാണ് ഈ കോവിഡിൻ്റെ മഹാമാരിയൊക്കെ വന്നത്. അതിനുശേഷം ആ പ്രക്ഷോഭം, അതായത് കോവിഡ് വന്നാണ് ആ പ്രക്ഷോഭം തന്നെ ഒരു പരിധിവരെ അടങ്ങിപ്പോയത്. അതിനുശേഷം പിന്നീട് ഇത് നടപ്പാകുന്നതിനെ സംബന്ധിച്ച് ഒട്ടേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകൾ അതിനപ്പുറം അത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി കരുതി വെച്ചിരുന്നു എന്ന് അങ്ങനെ വേണമെങ്കിലും പറയാം. മറ്റൊരു വിഷയം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കൊക്കെ ചില ഇതിലോട് ചെറിയ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളെ പോലെയല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചില മ്യാൻമറിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ അവർ സ്വീകരിക്കുന്ന ആളുകളാണ്. അവരോട് വിവേചനം കാണിക്കുന്നു. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന 6 മതവിഭാഗങ്ങൾപ്പെട്ടവർക്കാണ്. അത് അവിടെ മതപീഡനം നേരിടുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം ഒഴികെയുള്ള 6, ഹിന്ദു, ബുദ്ധൻ, ജൈൻ, സിഖ്, പാഴ്സി അങ്ങനെ തുടങ്ങിയ 6 മതവിഭാഗങ്ങൾ. ഈ 3 രാജ്യങ്ങൾ മാത്രം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? ശ്രീലങ്കയില്ല തുടങ്ങിയ വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ മാർച്ച് മാസം കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തൊട്ടു മുമ്പ് കൊണ്ടുവന്ന് ഇതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അന്നേരം തന്നെ അമിത്ഷാ പ്രഖ്യാപിക്കുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറയുന്നു. അതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. കേരളവും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അതിന് ബദലായിക്കൊണ്ട് ഇവരൊരു ഓൺലൈൻ വഴി അപേക്ഷ നൽകാനാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന് അതിൽ ഇടപെടാനോ പറ്റില്ല. പക്ഷേ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനടക്കം ഇടപെടാനുള്ള മേഖലകളുണ്ട്. പക്ഷേ അവരിപ്പോൾ അപേക്ഷ കിട്ടിയതിനകത്ത് 14 പേരുടെ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. ഇതിലൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഹിന്ദു മുസ്ലിം വിഷയം കൂടി അതിനകത്ത് വരുന്നു. അതെ, ഇത് അതിന്റെ ഡിസ്ക്രിമിനേറ്ററി ആണ് എന്ന വാദമാണ് ഇതിനെ എതിർക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന പൗരൻ എന്നുള്ള നിർവചനത്തിന് ഒരു കാലത്ത് മതം ഉപയോഗിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ഭരണഘടന 14 അനുസരിച്ച് പറയുന്നത് ഒരു വിവേചനവും പൗരന് ഏതെങ്കിലും പേരിൽ ഉണ്ടാവരുത്. എന്നാൽ മതത്തിന്റെ പേരിൽ ഒരു വിവേചനം പൗരന് ഉണ്ടാവരുതെന്ന് പറയുന്നു. ഇന്ത്യയുടെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 4 തവണത്തിന് മുമ്പ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഭേദഗതികൾ വരുത്തിയപ്പോഴൊന്നും തന്നെ മതം ഇതിനൊരു മാനദണ്ഡമായിരുന്നില്ല. ഇവിടെ മതം മാനദണ്ഡമാകുന്നു. സ്വാഭാവികമായും അത് മുസ്ലിം മതവിഭാഗത്തെ ഒഴിവാക്കുമ്പോൾ ഇത് മുസ്ലിമിനെതിരെയുള്ള ഒരു അജണ്ടയായി അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്യുലർ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്നതും ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ളതുമാണ് ഈ നിയമ ഭേദഗതി എന്നതാണ് ഇതിന്റെ പ്രശ്നം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലൊക്കെ ആഗോള തലത്തിൽ തന്നെ പലതരത്തിൽ നമ്മൾ മാതൃകയാണ്. ആ ഒരു തലത്തിൽ ആഗോള തലത്തിലൊക്കെ നമ്മൾ വിമർശന വിധേയമായതാണ്. ഇത് മതരാഷ്ട്രങ്ങളൊക്കെ സ്വീകരിക്കുന്ന അതേ നിലപാടിലേക്ക് ഇന്ത്യയെ പോലെ സെക്യുലറായ ഒരു രാജ്യം, ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യം, ആ വിമർശനങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ നിന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം മറ്റു വിമർശനങ്ങളോ കോടതിയിൽ നിൽക്കുന്ന കേസോ ഒന്നുമല്ല പ്രധാനം. തെരഞ്ഞെടുപ്പിൽ ഈ ഒരു അജണ്ട നടപ്പാക്കി എന്ന് പറയുമ്പോൾ അത് BJPക്ക് അനുകൂലമായ ഒരു വികാരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മുസ്ലിമിന് എന്തിനാണ് ഞാൻ കൊടുക്കുന്നത്? പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ വിവേചനം അനുഭവിക്കുന്നില്ലേ? അവിടെ സ്വാഭാവികമായ മറ്റൊരു ചോദ്യമുണ്ട്. പാകിസ്ഥാനിൽ അഹമ്മദീയ വിഭാഗങ്ങൾ ഏകദേശം 2% വരുന്ന ആളുകളാണ്. അവർ മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചാൽ മുസ്ലിമാണ്. അവിടുത്തെ മുസ്ലിങ്ങളുടെ വരിൽ നിന്ന് കടുത്ത വിവേചനവും പീഡനവും ഒക്കെ നേരിടേണ്ടി വരുന്ന വിഭാഗമാണ്. പക്ഷെ അവർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ലാർജർ അജണ്ടയിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുമ്പോൾ BJP സർക്കാരിന് ഞങ്ങൾ പറയുന്ന അജണ്ടകൾ നടപ്പാക്കുന്നു, ഞങ്ങൾ പറയുകയും പ്രഖ്യാപിക്കുകയും മാത്രമല്ല ആ തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. അതിനുവേണ്ടി BJPയുടെ കോർ വോട്ടേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും അവരുടെ അടിസ്ഥാനമായിട്ട് അവരിൽ വിശ്വാസം അർപ്പിക്കുന്ന വർഗത്തെ കൺസോൾഡേറ്റ് ചെയ്യുക, അവരുടെ വോട്ടിനെ കൺസോൾഡേറ്റ് ചെയ്യുക എന്നതാണ് ഈ നീക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം കിരൺ, ഞാൻ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്തുകൊണ്ട് CAA എന്ന് തോന്നുമ്പോൾ അവിടെ ഇലക്ട്രൽ ബോണ്ട് സർക്കാരിനെ ഏൽപ്പിച്ച വലിയൊരു തിരിച്ചടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക, അവരുടെ വോട്ടർമാരെ ഒപ്പം നിർത്തുക, ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുക, കമ്മ്യൂണിറ്റിയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുക, അത്തരം ചർച്ചകൾ സജീവമാക്കുക, ഹിന്ദുത്വയ്ക്ക് വേണ്ടി നിൽക്കുന്നത് ഞങ്ങളാണെന്ന് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക, ഇതൊക്കെ CAAയുടെ ആ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ചട്ടം രൂപീകരിക്കുന്നതിലൂടെ BJP ലക്ഷ്യമിട്ടിരുന്നു. ഇതിപ്പോൾ ഈ ഘട്ടം നോക്കൂ, ഇപ്പോഴും ഇതേപോലെ വർഗീയത പറഞ്ഞു മോദി എന്ന് പറയുമ്പോൾ
അത് വലിയ രീതിയിൽ ചർച്ചയായി തിരിച്ചടിയാകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിൽ ഒരു പിൻവലിയൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം ഇപ്പോൾ പാലിക്കുന്ന ചെറിയ മൗനവും അതിനൊരു കാരണമാണ് എന്ന് നമുക്ക് കരുതാം. ആ ഒരു ഘട്ടത്തിൽ വീണ്ടും CAA വരുമ്പോൾ കുറച്ചുകൂടി പരുവപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുക എന്നൊരു നീക്കം ഇതിലുണ്ട്. പറഞ്ഞത് 100% ശരിയാണ്. പക്ഷെ അതിനൊപ്പം മറ്റൊരു തന്ത്രപരമായ നീക്കം കൂടിയുണ്ട്. അന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെ ചർച്ചയിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വലിയൊരളവിൽ വഴിതിരിച്ചു വിടാൻ ഈ CAA വിജ്ഞാപനത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് താൽക്കാലികമായി. ഇതിനപ്പുറത്തേക്ക് ഒരു വിഷയം എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് ഒരു പരിധിക്കപ്പുറം CAAക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളൊരു ഒരു പൊതു അവസ്ഥ അനുസരിച്ച് പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ഒക്കെ അവിടുത്തെ ഹിന്ദു ജനവിഭാഗങ്ങൾക്ക് പലതരത്തിലുള്ള പീഡനങ്ങളും അല്ലെങ്കിൽ അവിടുന്ന് ഒരു വിവേചനമൊക്കെ നേരിടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സംരക്ഷണം നൽകേണ്ടേ എന്നൊരു പൊതുവികാരം ഉണ്ട്, ഒരു ലാർജർ ഹിന്ദുത്വ വികാരമുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങൾക്ക് നൽകുന്നില്ല എന്നല്ല ചോദ്യം വരുന്നത്, അവിടെ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്ക് നൽകുന്നതിനെ കോൺഗ്രസ് എതിർക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ എതിർക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും BJPയുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനും കോൺഗ്രസിനെ അത്തരത്തിലേക്ക് ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനൊക്കെ പറയാം. അപ്പോൾ കേരളത്തിലടക്കം പ്രധാന ചർച്ചയായി വന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് CAA കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ള ചോദ്യം നമുക്ക് വരുന്നു. ഈ ചോദ്യത്തിലേക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് അറിയാം ഒരു പരിധിക്കപ്പുറത്തേക്ക് സംസാരിച്ചാൽ ഇത് കോൺഗ്രസ് തിരിച്ചെടുത്ത് ഇവർ കൃത്യമായി വെച്ചൊരു കെണിയാണ്. ഈ കെണിയിലേക്ക് പോയി വിഭജിക്കുക അല്ലെങ്കിൽ അവർക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക. ഇതിൽ ഇവരുടെ BJPക്ക് ലഭിക്കുന്ന വോട്ട് ലഭിക്കുകയും ചെയ്യും. അതിനെതിരായ ശക്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ ഉത്തരേന്ത്യയിൽ, ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഉത്തരേന്ത്യയിലെ അവസ്ഥയെ ചിന്തിക്കാൻ കഴിയില്ല. ഉത്തരേന്ത്യയിലൊക്കെ വരുമ്പോൾ അത് സ്വാഭാവികമായും കോൺഗ്രസ് ഹിന്ദുക്കൾക്കെതിരാണ്. ആ ഒരു വലിയ പ്രചരണം BJPക്ക് അയച്ചുവിടാം. BJP യഥാർത്ഥത്തിൽ ഇത് തീർച്ചയായും കേരളത്തിലുണ്ടായ ചർച്ചകളെ പോലും പ്രധാനമന്ത്രി എങ്ങനെയാണ് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ രാഹുലിനോട് പറയുന്നത് അവരുടെ സഖ്യത്തിലുള്ള പിണറായി വിജയനാണ് എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ CAA ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ പ്രയോഗിക്കപ്പെട്ടു എന്ന് നമ്മൾ അതിനോടൊപ്പം ഒന്നുണ്ട്. ഇനി ഉത്തർപ്രദേശിലെ മറ്റു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നിൽക്കുക, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്, ബംഗാളിലെ തെരഞ്ഞെടുപ്പ്. ഈ 3 സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ 3 സംസ്ഥാനങ്ങളിൽ മുസ്ലിം വോട്ട് നിർണായകമാണ്. അവിടെ ഈ മുസ്ലിം വോട്ട് പ്ലസ് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന വോട്ട്, ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ അവസ്ഥയാണെങ്കിൽ SP കോൺഗ്രസ് സഖ്യം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എഴുതിത്തള്ളാവുന്ന, BJPയെ സംബന്ധിച്ച് ഇത്രത്തോളം വലിയ പ്രചരണത്തിലേക്കൊക്കെ BJP പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഉത്തർപ്രദേശിൽ നിന്ന് അങ്ങനെ ഒരു കഴിഞ്ഞ തവണ നേടിയ 62 സീറ്റിൽ നിന്ന് ഇനി ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് ഉണ്ടാകാനുവെന്ന ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഈ 2 പാർട്ടികൾ ചേരുമ്പോൾ അവർക്ക് ഒരു പരിധി വരെ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യത ഇവർക്ക് ഒരു കാരണവശാലും അവർ ഏതെങ്കിലും മുസ്ലിമിന് വേണ്ടി നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധരാണ് എന്നൊരു തോന്നൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വോട്ട് ബാങ്കിനെ പിളർത്താൻ ഒരു പരിധി വരെ കഴിയും. ആ ബംഗാളിലായാലും ഇതേ അവസ്ഥ തന്നെയാണ്. ബംഗാൾ BJP എന്താണ് പ്രധാനമായി നോക്കുന്നത്, മമതാ ബാനർജിക്ക് ലഭിക്കുന്ന ഹിന്ദു വോട്ട് പ്ലസ് മുസ്ലിം വോട്ടുണ്ട്. അപ്പോൾ ഹിന്ദു വോട്ടുകൾ, മമതാ ബാനർജിക്ക് ലഭിക്കുന്ന ഹിന്ദു വോട്ടുകൾ പരമാവധി വിഭജിക്കുക. അതിന് ഈ CAA ഒരു തർക്കം, ഒരു ചർച്ചയിലൊക്കെ, പ്രത്യേകിച്ച് ബംഗാളിനൊക്കെ അവസ്ഥയാണെങ്കിൽ ബംഗാളിൽ ഈ കുടിയേറ്റക്കാർ, ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരും അവർക്ക് പൗരത്വം നൽകുന്നതുമായിട്ടുള്ള തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ വർഷങ്ങളായി ഉള്ള ഒരു വിഷയമാണ്. അപ്പോൾ മുസ്ലിം വോട്ട് ഒരു കാരണവശാലും BJPക്ക് ലഭിക്കില്ല. അപ്പോൾ അവിടെ നോക്കുന്നത് മുസ്ലിം വോട്ടിനൊപ്പം ഒരു കാരണവശാലും ഹിന്ദു വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകരുത്. തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ പോകേണ്ട കുറെ തൃണമൂൽ കോൺഗ്രസ് പോകേണ്ട ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കുക. ഇതേ അവസ്ഥ തന്നെയാണ് ഏകദേശം ബീഹാറിലുമുള്ളത്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെ 14 പേർക്ക് പൗരത്വം നൽകുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം ചർച്ചയാവുമ്പോൾ അതിന്റെ ഗുണമുണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളത് തെരഞ്ഞെടുപ്പിന്റെ തന്ത്രപരമായ രാഷ്ട്രീയത്തിൽ BJPക്കാണ്. അത് മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി വന്നാലും ഞങ്ങളിത് നടപ്പാക്കും എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ വാക്ക് പാലിക്കുന്നവരാണ് എന്ന് കിരൺ ആദ്യം പറഞ്ഞു തുടങ്ങിയ ആ ഒരു കാര്യം ആവർത്തിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അവരുടെ വോട്ട് ബേസിനെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി. അതിനൊരു നല്ല മറുപടി നൽകിയത് പ്രിയങ്കയാണെന്ന് തോന്നുന്നു. പ്രിയങ്ക പറഞ്ഞതുപോലെ പാകിസ്ഥാനെ ഇന്ത്യയോട് എതിർത്ത് നിന്നപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ 2ആയി വിഭജിക്കാൻ എന്റെ അമ്മൂമ്മയ്ക്ക് കഴിഞ്ഞു. ആ ധൈര്യം നിങ്ങൾ കണ്ടുപിടിക്കൂ. വാചകം അടിച്ചാൽ പോരാ, ദേശസ്നേഹം പറഞ്ഞാൽ പോരാ, എതിരാളികളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് കണ്ടുപിടിക്കൂ എന്നുള്ള. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് പക്ഷേ ഈ
രേണുക ഇപ്പോൾ പറഞ്ഞതുപോലെ BJP-യെ സംബന്ധിച്ച് വീണ്ടും ഈ ഹിന്ദുത്വ വിഷയങ്ങൾ സജീവമായി ചർച്ചയാക്കണം. ആ ചർച്ചയായി നിൽക്കേണ്ടത് ഈ ഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ്. അത്തരം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളാണ് വരാൻ. ഇനി ഇതിനപ്പുറം ഒരു വർഗീയ പ്രചാരണം അല്ലെങ്കിൽ പരാമർശങ്ങളിലേക്ക് കടക്കുക സാധ്യമല്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ കുറച്ച് പ്രവൃത്തിയും കൂടി ഇരിക്കട്ടെ എന്നതായിരിക്കും അടുത്ത നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ പദ്ധതിയിട്ട പ്രകാരമായിരിക്കാം ഇത് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇതിന്റെ റൂൾസ് പുറത്തുവിടുന്നു, ആ നടപടികളാകുന്നു. കേരളത്തിൽ ഉൾപ്പെടെ മിക്ക ഇടങ്ങളിലും CAA പ്രധാന ചർച്ചാ വിഷയമാക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു നിലപാട് അല്ലെങ്കിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാതെ പോകുന്നു. ആ സാഹചര്യത്തിന്റെ ഒക്കെ നേട്ടം കൈക്കലാക്കിയതിനു ശേഷമാണ് മറ്റൊരു ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കാണാം. ഈ പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ CAA ചർച്ചയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഹിന്ദു മുസ്ലിം വിഭജനം എന്നതിനപ്പുറത്തേക്ക് ഹിന്ദു വിഭാഗത്തിൽ തന്നെ പെടുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇങ്ങനെ രാജ്യത്തിൻ്റെ പൗരത്വത്തിന് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയതിനെ എതിർക്കുന്ന വിഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു സജീവമായ ചർച്ചയായാൽ അത് BJP-ക്ക് അല്ല ഗുണം ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലായാലും കർണാടകയിലായാലും ആന്ധ്രാപ്രദേശിലൊക്കെ ആയാലും അവിടെയെല്ലാം ചിലപ്പോൾ BJP-യേക്കാൾ ഗുണം ചെയ്യുക ചിലപ്പോൾ എതിര് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാവും. പക്ഷേ ഉത്തരേന്ത്യൻ്റെ കാലാവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. ഉത്തരേന്ത്യയിൽ ഈ വിഷയം ചർച്ചയായാൽ, അതുപോലെ ഇനി ബംഗാളിലായാലും ഇനി UP-യിലായാലും ബീഹാറിലായാലും അവിടെയെല്ലാം ഈ വിഷയം ചർച്ചയായാൽ അവിടെ ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള വിഷയം മാത്രമേ ചർച്ചയിലേക്ക് വരൂ. സ്വാഭാവികമായും അത് BJP-ക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ വളരെ കൃത്യമായ തീയതി എടുത്തു തന്നെയായിരിക്കും ആ തെരഞ്ഞെടുപ്പുകൾ ഉത്തരേന്ത്യക്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമായി കൂടി നമ്മൾ കാണണം. എന്തായാലും നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു നേട്ടം ഇനി വരാൻ പോകുന്ന 5ഉം 6ഉം 7ഉം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്.